ബഹിരാകാശത്ത് കുടുങ്ങിയ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും തിരികെ എത്തിക്കാനുള്ള ദൗത്യത്തിന് തുടക്കമായി. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും തിരികെ എത്തിക്കാനുള്ള സ്പേസ് എക്സ് ദൗത്യത്തിന് തുടക്കമായി. ഇതിനായി സ്പേസ് എക്സിന്റെ ക്രൂ 9 വിജയകരമായി വിക്ഷേപിച്ചു. ഇരുവർക്കുമായുള്ള സീറ്റുകൾ ഒഴിച്ചിട്ടുകൊണ്ടാണ് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്യാപ്സ്യൂൾ ഫ്ലോറിഡയിലെ കേപ്പ് കനാവറൽ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് കുതിച്ചുയർന്നത്. നാസയുടെ ബഹിരാകാശ യാത്രികരായ നിക് ഹേഗും റഷ്യൻ ബഹിരാകാശ സഞ്ചാരി അലക്സാണ്ടർ ഗോർബുനോവും നിലവിൽ പേടകത്തിലുണ്ട്. ഇരുവരും ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിൽ എത്തിച്ചേരും. ബുച്ചിനെയും സുനിതയെയും കൊണ്ട് ഫെബ്രുവരിയിൽ സ്പേസ് എക്സ് തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരാഴ്ച മാത്രം നീണ്ടു നിൽക്കുന്ന ദൗത്യത്തിനായി 2024 ജൂൺ 5-നാണ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് സുനിത വില്യംസും ബുച്ച് വിൽമോറും സ്റ്റാർലൈനർ പേടകത്തിൽ യാത്ര തിരിച്ചത്. അമേരിക്കൻ സ്വകാര്യ കമ്പനിയുമായുള്ള നാസയുടെ സഹകരണത്തിന്റെ ഭാഗമായുള്ള കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാമിന്റെ ഭാഗമായിരുന്നു ഈ ദൗത്യം. എന്നാൽ സ്റ്റാർലൈനർ പേടകത്തിലെ ഹീലിയം ചോർച്ച, വാൽവ് പിഴവുകൾ എന്നിവയടക്കമുള്ള തകരാറുകൾ വിക്ഷേപണത്തിന് കനത്ത വെല്ലുവിളിയായിരുന്നു. എന്നാൽ ഇവ പരിഹരിച്ചാണ് കഴിഞ്ഞ ജൂൺ 5-ന് പേടകം വിക്ഷേപിച്ചത്. തുടർന്ന് ബഹിരാകാശ നിലയത്തിൽ നിന്നും തിരികെ എത്തുന്നതിലും പ്രതിസന്ധി നേരിടുകയായിരുന്നു. പിന്നാലെ സുനിതയും ബുച്ചുമില്ലാതെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും മടങ്ങിയ ബോയിംഗ് സ്റ്റാർലൈനർ പേടകം ഭൂമിയിൽ ലാൻഡ് ചെയ്യുകയും ചെയ്തു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി 3 മാസങ്ങൾക്ക് ശേഷമായിരുന്നു ഏകാന്തമായി സ്റ്റാർലൈനറിന്റെ മടക്കം.